എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നിങ്ങൾ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു എന്ന് ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. PM കിസാൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ പൂർണ്ണ വിവരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ 2000 തുക, അതായത് 23ാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കർഷകർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില മുന്നറിയിപ്പുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ചിലരുടെ പണം ഇത്തവണ തടഞ്ഞു വയ്ക്കാനും സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ആ നിബന്ധനകൾ, നിങ്ങൾക്ക് പണം ലഭിക്കുമോ എന്ന് എങ്ങനെ മൊബൈലിലൂടെ പരിശോധിക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പ്രധാന വാർത്ത, അതായത് 23ാമത്തെ ഗഡു വിതരണ തീയതി ആദ്യം തന്നെ അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത്. 2026 ജൂൺ 20 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിലുള്ള താരകേശ്വറിൽ വെച്ച് PM കിസാൻ്റെ 23ാമത്തെ ഗഡു ഔദ്യോഗികമായി വിതരണം ചെയ്യും. അന്ന് മുതൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തിത്തുടങ്ങുന്നതുമാണ്. അന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉദ്ഘാടനം അവിടെ വെച്ച് നടക്കുന്നത്. ഇനിയും ആർക്കൊക്കെയാണ് പണം തടഞ്ഞു വയ്ക്കുന്നത് എന്ന് നോക്കാം. ഔദ്യോഗിക സൈറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്, കർഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണ് ഇത്. അർഹതയില്ലാത്ത ചിലർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ താഴെ പറയുന്ന കർഷകരുടെ പണം താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ, അതായത് നേരിട്ടുള്ള പരിശോധന കഴിഞ്ഞതിന് ശേഷമേ ഇവർക്ക് ഇനി പണം ലഭിക്കൂ. അത് ആരൊക്കെ എന്ന് നോക്കാം. ഒന്നാമതായി 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയവർ. അത് രണ്ടാമതായി ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം ആളുകൾ ആനുകൂല്യം കൈപ്പറ്റുന്നവർ. ഉദാഹരണത്തിന് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വാങ്ങുന്നത്, അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയും വാങ്ങുന്നത്. ഇനി പണം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നിങ്ങളുടെ പണം തടസ്സമില്ലാതെ ലഭിക്കാൻ KYC നിർബന്ധമാണ്. നിങ്ങൾ ഇതുവരെ KYC ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അത് ചെയ്യുക. ഇതിനായി 2 വഴികളാണ് ഉള്ളത്. PM കിസാൻ പോർട്ടൽ വഴി സ്വന്തമായി OTP ഉപയോഗിച്ച് ഇത് സൗജന്യമായി ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സെൻ്ററുകളിലോ പോയി ബയോമെട്രിക്, അതായത് വിരലടയാളം വഴിയും KYC ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് 23ാം ഗഡു ലഭിക്കുമോ ഇല്ലയോ എന്ന് വീട്ടിലിരുന്ന് എങ്ങനെ മൊബൈലിലൂടെ നോക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. pmkisan.gov.in എന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ്. അവിടെയുള്ള നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരും ക്യാപ്ച കോഡും നൽകിയാൽ നിങ്ങളുടെ ലാൻഡ് സീഡിംഗ്, KYC, ആധാർ ബാങ്ക് മാപ്പിംഗ് എന്നിവ കൃത്യമാണോ എന്ന് അറിയാം. ഇതുകൂടാതെ PM കിസാൻ മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റിലുള്ള കിസാൻ മിത്ര ചാറ്റ് ബോട്ട് വഴിയോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ കർഷക സുഹൃത്തുക്കൾ, ജൂൺ 20 മുൻപായി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിവരം മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അടുത്ത പ്രധാന വിവരവുമായി വീണ്ടും കാണാം. നന്ദി.